ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഡിഷ് എന്ന് പറയുന്നത് കേള അമ്പേർട്ടാണ്. അതായത് ഇത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് GSB ബ്രാഹ്മണരുടെ ഒരു വിശേഷപ്പെട്ട മധുര വിഭവമാണ്. വിശേഷ ദിവസങ്ങളിൽ സദ്യയ്ക്കൊപ്പം ഈ വിഭവവും വിളമ്പാറുണ്ട്. കടലപ്പരിപ്പും നന്നായി പഴുത്ത ഏത്തപ്പഴവുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. സാമാന്യം വലിപ്പമുള്ള ഏത്തപ്പഴം ആയതുകൊണ്ട് 3 എണ്ണമാണ് എടുത്തത്. ആദ്യം കുക്കറിൽ ഏത്തപ്പഴം കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് മാറ്റിവെക്കുക. പിന്നീട് നന്നായി കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ചെടുക്കുക. അരമുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് അരച്ചു വെക്കുക. വേവിച്ച കടലപ്പരിപ്പും ഏത്തപ്പഴവും ഒരുമിച്ച് ചേർത്തിളക്കി ആവശ്യത്തിന് ശർക്കര ചേർക്കുക. ഞാനിവിടെ ടേസ്റ്റി നിബിൾസിൻ്റെ 2 കപ്പ് ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി മിക്സാക്കി തേങ്ങ അരച്ചതും കൂടി ചേർത്തിളക്കി തിള വരുമ്പോൾ താഴെയിറക്കി വെക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ മിക്സിലേക്ക് നെയ്യിൽ വറുത്ത കശുവണ്ടി ചേർത്തിളക്കുക. ഞാനിവിടെ കശുവണ്ടി ഏത്തപ്പഴത്തോടൊപ്പം ചേർത്ത് വേവിക്കുകയാണ് ചെയ്തത്, കാരണം അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം. ഈ കൂട്ടിലേക്ക് നെയ്യിൽ കടുക്, കറിവേപ്പില, വേണമെങ്കിൽ 2 ഉണക്കമുളകും ചേർത്ത് കടുക് വറുത്ത് ഒഴിക്കുക. ഇത് ചൂടോടുകൂടി കഴിക്കുന്നേക്കാൾ ടേസ്റ്റ് ഇത് തണുത്തിട്ട് കഴിക്കുന്ന കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാട്ടോ. എനിക്ക് ഈ വിഭവം അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു, കാരണം സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ പണ്ട് ഞാനത് കഴിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. എനിക്കൊന്നും ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അമ്മ ഇത് ഉണ്ടാക്കി തന്ന സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെള്ളം വരെ കുടിച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന ഞാൻ ഈ ഒരു ഡിഷ് കഴിച്ചപ്പോൾ ടേസ്റ്റോട് കൂടി കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മധുരയിലേക്ക് വരെ അതിശയമായി. ചോറും കറികളും ഫ്രൂട്ട്സും എല്ലാം വൊമിറ്റ് ചെയ്യുന്ന ഞാൻ ഈ ഒരു ഡിഷ് മാത്രം നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു. ഒന്നിൻ്റെയും സ്മെല്ല് എനിക്ക് ആ സമയത്ത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്തോ ഈ അമ്പേർട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മദറിലേക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ അമ്പേർട്ടിൻ്റെ ഫാനായി. അപ്പോൾ അത്രയുള്ള ഒരു ബൈ ബൈ, സീ യു.